പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.1ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റർ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ കോമ ഇട്ട് എഴുതണം, അതേപോലെ ബ്രേസസ് കൊണ്ട് നമ്മൾ എൻക്ലോസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നതെന്ന് നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് നെഗറ്റീവ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അപ്പോൾ ഇവിടെ നമ്മളോട് എക്സ് ഒരു ഇൻറ്റിജർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. പിന്നെ എക്സ് എങ്ങനെയുള്ളതാണ്? നെഗറ്റീവ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അതായത് നെഗറ്റീവ് 3ക്ക് ഈക്വലുമാണ്. അതായത് നെഗറ്റീവ് 3 എക്സ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് 3യെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അതായത് നെഗറ്റീവ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ് 3 എക്സിനെക്കാട്ടിൽ ചെറുതാണ്. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് നെഗറ്റീവ് 3യെക്കാട്ടിൽ വലുതുമാകാം, ഈക്വലുമാകാം. പിന്നെന്താണ്? എക്സ് 7നെക്കാട്ടിൽ ലെസ് ആണ്. ഇവിടെ ഈക്വൽ സൈൻ പറഞ്ഞിട്ടില്ല കണ്ടോ. അപ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ വരാം? നെഗറ്റീവ് 3 തൊട്ട് എവിടെ വരെ വരാം? 6 വരെ. അതായത് 7 ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 6 വരെ പാടുള്ളൂ. 7നെക്കാട്ടിൽ ചെറുതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സ് അല്ലേ. അപ്പോൾ 6 വരെ വരാം. അതായത് നെഗറ്റീവ് 3 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് വരാം. അപ്പം നമുക്കതിനെ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ വരുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയായിരിക്കും? ജസ്റ്റ് ഇൻറ്റിജേഴ്സ് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണ്. നെഗറ്റീവ് 3, നെഗറ്റീവ് 2, നെഗറ്റീവ് 1, 0, 1, 2, 3, 4, 5, 6. ഇത്രയുമാണ് ഇൻറ്റിജേഴ്സ് വരിക അല്ലേ. അപ്പോൾ ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്ത് വേണം? ഇവിടെ എ ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്. സോ എ ഈസ് ഈക്വൽ ടു ഇതിനെ എന്ത് ചെയ്യണം? കോമായിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ എൻക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക കേട്ടോ. അപ്പോൾ ഓരോ നമ്പേഴ്സും കഴിഞ്ഞിട്ട് എന്ത് വേണം? കോമ വേണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്തത് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് തൊട്ട് എവിടെ വരെ എഴുതാം? നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പം 1 തൊട്ട് 5 വരെ എഴുതാം. 6 ഇല്ല, 6നെക്കാട്ടിൽ ലെസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം റോസ്റ്റർ ഫോമിൽ? ബി ഈസ് ഈക്വൽ ടു ഏതൊക്കെ എഴുതാം? 1 എഴുതാം, 2 എഴുതാം, 3, 4 ആൻഡ് 5. ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 5 വരെ മതി. അടുത്തത് എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. അതായത് എക്സ് എന്ന് പറയുന്നത് 2-ഡിജിറ്റ് നാച്ചുറൽ നമ്പറാണ്. അതായത് 2 ഡിജിറ്റ്സ് ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 8 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2-ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 8 വരണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെ എഴുതാം? 2 ഡിജിറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 17 എടുത്താൽ 7 + 1 8 കിട്ടും. അപ്പോൾ നമുക്ക് 17 എഴുതാം. പിന്നെന്ത് എഴുതാം? 2ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 8 കിട്ടും. അപ്പോൾ 26 എഴുതാം. അടുത്തത് 3ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 8 കിട്ടും. അപ്പോൾ 35 എഴുതാം. അടുത്തത് 44 എഴുതാം. പിന്നെന്ത് എഴുതാം? 53 എഴുതാം. 5ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 8 ആണ്. 62 എഴുതാം. 6ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ 8 ആണ്. അടുത്തത് 71 എഴുതാം. പിന്നെന്ത് എഴുതാം? 8ഉം 0ഉം 80 എഴുതാം അല്ലേ. 8ഉം 0ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും എണ്ണം കിട്ടി. അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? സി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ്സ് കൊണ്ട് നമ്മളിതിനെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് കിട്ടിയ നമ്പേഴ്സ് എല്ലാം നമ്മൾ കോമായിട്ട് എഴുതണം. ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്തത് ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. 60യുടെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
60യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്കപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. 60യെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 30 കിട്ടും. 30യെ വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 15 കിട്ടും. 15നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വന്നത്? 2ഉം 3ഉം 5ഉമാണ് പ്രൈം ഫാക്ടേഴ്സ് വന്നത്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2ഉം 3ഉം 5ഉം. അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? D = 2 3 5. ഇതാണ് റോസ്റ്റർ ഫോം. അടുത്തത് E = the set of all letters in the word trigonometry. ട്രിഗണോമെട്രിയിലെ വേർഡ്സിലെ ലെറ്റേഴ്സിനെ നമ്മൾ എന്ത് എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ E = എന്തൊക്കെ എഴുതാം? നമ്മൾ എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ T എത്ര ടൈംസ് ഉണ്ട്? T ഇവിടെ 2 ടൈംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു T മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ T എഴുതി. R എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ അതും 1 ടൈം ഇവിടെ എഴുതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പെൻസിൽ വെച്ചൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും കേട്ടോ. I ഒരു പ്രാവശ്യമേ ഉള്ളൂ, അത് നമ്മൾ എഴുതി. Gയും ഒരു പ്രാവശ്യമേ ഉള്ളൂ, അത് എഴുതി. O 2 ടൈംസ് ഉണ്ട്, അതിലൊരു പ്രാവശ്യം എഴുതി. N ഒന്നേ ഉള്ളൂ, M ഒന്നേ ഉള്ളൂ, Eയും ഒന്നേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് വരിക? TRI GO NM E. സോറി, ഇവിടെ ഒരു വൈയും കൂടെ ഉണ്ട്. വൈ. ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? F = B ഒരു പ്രാവശ്യമേ ഉള്ളൂ. E 2 ടൈംസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഒരു പ്രാവശ്യം എഴുതുന്നു. T 2 ടൈംസ് ഉണ്ട്, അത് ഒരു പ്രാവശ്യം എഴുതുന്നു. R. എന്തൊക്കെ വന്നു? B E T R. ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. കോമ ഇട്ട് വേണം എഴുതാൻ. ബ്രേസസ് കൊണ്ട് എൻക്ലോസ് ചെയ്യണം. അതേപോലെ സെറ്റിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ എഴുതണം. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ 3rd ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.